متفاعل 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 عجبا على الغفلات يا إخواني لسنا نفكر عن لياغ زماني أفلا ترون تفكروا وتدبروا بين السطور أوامر القرآن كل العلوم من الإله الخالق للهدئ والسلام للإنسان وفشى العلوم على الأراضي والسماء فالت ببرقشة من الألوان دينا السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ശ്രദ്ധിക്കുകയും പിൻപറ്റുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിമിന്റെ ജീവിതം എപ്രകാരമായിരിക്കണം, എങ്ങനെയായിരിക്കണം? ഇസ്ലാം മനുഷ്യനോട് അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ശ്രദ്ധിക്കുവാനും പാലിക്കുവാനും പിൻപറ്റുവാനുമായി നിരവധി നിയമങ്ങളും നിയമസംഹിതകളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുകയും അതോടൊപ്പം ജീവിതത്തിൽ പുതിയ അറിവിന്റെ ബാലപാഠങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുവാനും അറിഞ്ഞത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുമാണ് നമ്മൾ താല്പര്യപ്പെടേണ്ടത്. ഓരോ മുസ്ലിമിനും ഓരോ ഉത്തരവാദിത്തങ്ങളും കടമകളും കടപ്പാടുകളുമുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ കുറെ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. മക്കളോട്, ഭാര്യയോട്, സഹോദരിയോട്, സഹോദരനോടും, ഉമ്മയോടും ഉപ്പയോടുമൊക്കെ അവർക്ക് തിരിച്ചും ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഓഫീസിലെത്തിയാൽ തന്റെ ജോലിയിലും വിശ്വാസി നിർവഹിക്കേണ്ട കുറെ ബാധ്യത.
വാഗ്ദാനങ്ങൾ നിർവഹിക്കുകയും നിറവേറ്റുകയും കടമകളും കരാറുകളും കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നവനായിരിക്കണം. വലിയ വേദനകൾക്ക് ജോലി ചെയ്യുന്ന മനുഷ്യന്മാര് അവർ മനസ്സിൽ അനുഭവിക്കാത്ത മനസ്സമാധാനവും മനഃശാന്തിയും ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നുവെങ്കിൽ അതിലൊരു ബർക്കത്തുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് ഒരു മുസ്ലിം കൈവരിക്കുക? മുസ്ലിം സ്വീകരിക്കാനും പിൻപറ്റുവാനുമായി ഏറ്റവും പരമപ്രധാനമായത് അവൻ അറിവ് നേടുക എന്ന് തന്നെയാണ്. ഇന്ന് പഠിച്ച അറിവുകൾ തന്റെ കൂട്ടുകാർക്കും തന്റെ വീട്ടുകാർക്കും സമൂഹത്തിനും സ്നേഹഭാജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക. എത്തിച്ചു കൊടുത്ത അറിവ് അവർ മറ്റുള്ളവരിലേക്ക് പ്രദാനം ചെയ്യുന്നുവെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. മുസ്ലിമിന്റെ ബാധ്യതകളും കടമകളും ഒരിക്കലും അവസാനിക്കുന്നില്ല. മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമകളും കടപ്പാടുകളും നിർവഹിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാവുന്ന എത്രയോ ഹദീദുകൾ. ഒരു സദസ്സിലിരിക്കുകയാണെങ്കിൽ ഒരാൾ തുമ്മിയാൽ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ മറ്റേ ആൾ യർഹംകുല്ലാഹ് പറയണം. അങ്ങനെ പോലും പഠിപ്പിച്ചു. ഒരാൾ രോഗിയായാൽ സന്ദർശിക്കണമെന്ന് പഠിപ്പിച്ചു. കണ്ടുമുട്ടിയാൽ സലാം പറയണമെന്ന് പഠിപ്പിച്ചു. പിന്നെയോ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ എത്ര കടമകള്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഇസ്ലാം വിശ്വാസികളുടെ ജീവിതത്തിൽ വീണ്ടും നന്മകൾ ശേഖരിക്കുവാനും നന്മകളിലൂടെ കടന്നു പോകുവാനുമായി പഠിപ്പിക്കുന്ന സംഗതികൾ. പ്രധാനമായി അറിവ് നേടുക, അത് ഇനിയും പഠിക്കുക എന്ന് തന്നെയാണ്. ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. മതപരമായ അറിവാണ് നേടുന്നതിൽ വെച്ച് ഏറ്റവും പരമപ്രധാനമായത്. മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലാ വിശദീകരിക്കുന്നത്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറൂ അമ്മൻ തഖുദൂന ദീനകും. ദീൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ദീനിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് ജ്ഞാനം, അറിവുണ്ടല്ലോ, അത് തന്നെയാണ് മതം. അതുകൊണ്ട് ആരിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ചീത്ത കൂട്ടുകെട്ടുകളും കൂട്ടുബന്ധങ്ങളുമാണെങ്കിൽ നമസ്കാരത്തിന്റെ സമയത്ത് നമ്മെ അതിലേക്ക് വഴി നടത്തിക്കൊള്ളണമെന്നില്ല. മോശപ്പെട്ട ഭാര്യയാണ് എങ്കിൽ തന്റെ ജീവിതത്തിൽ പലതരത്തിലും കുത്തഴിഞ്ഞ ചുറ്റുപാടുകളോടും സാഹചര്യങ്ങളോടും ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടും. അതോടൊപ്പം തന്റെ ഡ്യൂട്ടിയിൽ തന്റെ കൂടെയുള്ള സഹപ്രവർത്തകന്മാർ അവര് ഓഫീസുകളിൽ കൃത്രിമത്വം കാണിക്കുന്നു, പലതരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിൽ തിരിമറികൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് അങ്ങനെ അതിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടായേക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു വിഷയമാണെങ്കിലും അത് സ്വീകരിക്കുന്നിടത്തും അത് പിൻപറ്റുന്നിടത്തും അത് എവിടുന്നാണ് സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നത് തന്നെയാണ്. കാരണം അറിവിന് ഇസ്ലാം ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് പഠിക്കുന്ന ആളുകൾക്ക് വീണ്ടും പദവികളും ദറജകളും സ്ഥാനങ്ങളും നൽകുന്നു, നൽകപ്പെടുന്നു എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ച സംഗതിയാണല്ലോ. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദർജാത്ത്. അറിവ് അന്വേഷിക്കുന്ന പഠിക്കുന്ന ആളുകളെ പദവികളായി അള്ളാഹു വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു. അള്ളാഹുവെ കൂടുതൽ ഭയപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവെ ഭയപ്പെടുക അറിവുള്ളവരായിരിക്കും കൂടുതൽ അള്ളാഹുവെ കുറിച്ചുള്ള പേടി ഉണ്ടാവുക. പരലോകത്തെ വിചാരണയും ഖബറിൽ താൻ ഒറ്റക്ക് കിടക്കുന്നതും ഖബറിലെ വിചാരണയും മഹ്ശറിൽ നിൽക്കുന്നതും സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിയും ഒക്കെയുള്ള ആളുകൾക്കാണ് അധികമായി പേടിയും ഭയപ്പാടും ഉണ്ടാവുക. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവർ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരും കൂട്ടുബന്ധങ്ങളും ഒക്കെ പലപ്പോഴും അവർ പലതരത്തിൽ നമ്മെ പല ഭാഗങ്ങളിലേക്ക് വിളിക്കുമ്പോൾ ഒരു നന്മയെങ്കിലും പഠിക്കണമെന്ന താല്പര്യത്തോടു കൂടി നമ്മൾ വന്നു. പഠിക്കുന്ന കാര്യം നന്മ വളരെ കുറഞ്ഞതാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യന് അവന് വലിയ പ്രതിഫലമാണ് അല്ലാഹുവിങ്കിൽ നിന്ന്. കുറേ പഠിച്ചു, പക്ഷെ ഒന്നും സ്വീകരിക്കുന്നില്ല, പിൻപറ്റുന്നില്ല എങ്കിലോ അത് മോശപ്പെട്ട ജീവിതവുമാണ്. പഠിക്കുന്ന കാര്യങ്ങൾ സ്ഥിരമായി നിൽക്കുവാനും അതോടൊപ്പം തന്നെ അത് പഠിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും സിയാദത്തിന് വേണ്ടി അധികരിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോലും ആവശ്യപ്പെട്ട വിഷയത്തിൽ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ എനിക്ക് അറിവ് നീ അധികരിപ്പിച്ച് തരണമേ എന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും മടിക്കേണ്ടതില്ല. ആർക്കെങ്കിലും അല്ലാഹു വല്ല നന്മയും സുഹൃതവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ
ഇഹലോകത്താവട്ടെ പരലോകത്താവട്ടെ ഖൈർ അള്ളാഹ് ആർക്കെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ വൻ മുആവിയ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും വല്ല നന്മയും അള്ളാഹു ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മതപരമായ വിഷയത്തിൽ അവൻ അവഗാഹം നൽകുന്നു എന്നതാണ്. നമ്മൾ പലതരത്തിലുള്ള അറിവുകളൊക്കെ നേടി, IT മേഖലയിലാവട്ടെ, ശാസ്ത്രീയപരമായ മേഖലയിലാവട്ടെ, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ അറിവുകൾ ഉണ്ടായിരിക്കും. പക്ഷേ തൻ്റെ ഉപ്പയോ ഉമ്മയോ ഒക്കെ മരണപ്പെട്ട് മൈദ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ അതിൽ തക്ബീറുകൾ എങ്ങനെ, പ്രാർത്ഥനകൾ എന്ത്, മരണാനന്തര ക്രിയകൾ നിർവഹിക്കേണ്ടത് എങ്ങനെ, വ്യക്തിപരമായി ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട പല വിഷയങ്ങളിൽ അത് പഠിക്കുകയോ പഠിക്കാൻ അവർ സാഹചര്യമൊരുക്കുകയോ ചെയ്യാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതോടൊപ്പം മറ്റു വിഷയങ്ങളിലേക്ക് കയറി ചെന്നാലോ, ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്ക് തന്റെ മക്കൾ ഖുർആൻ പാരായണം ഓതുന്നു, അവർക്കറിയാത്തൊരു ഭാഗം നമ്മോട് വന്ന് ചോദിച്ചാൽ കൈകൾ മലർത്തുന്ന അവസ്ഥയാവാൻ പാടില്ല. ഉപ്പക്ക് എത്ര ഖുർആൻ ആയത്തറിയാം എന്ന് ചോദിക്കുമ്പോ അവിടെയും മോശക്കാരനാവാൻ പാടില്ല. അതുകൊണ്ട് മക്കളോട് നമ്മൾ പലതരത്തിലും പല കാര്യങ്ങൾക്കും പ്രത്യേക പ്രോത്സാഹനങ്ങളും ഗിഫ്റ്റുകളും അവർക്ക് നൽകാമെന്ന് പറയുന്നു. ഇന്ന മൊബൈൽ ഫോൺ വാങ്ങിത്തരാന്നൊക്കെ ചിലർ പറയുന്നു, ചിലര് ബൈക്ക് വാങ്ങിത്തരാം, പലതും വാങ്ങിത്തരാമെന്നൊക്കെ അവരോട് മക്കളോട് വലിയ ഓഫറുകൾ പറയുമ്പോൾ അവര് പല വിഷയങ്ങളിലായിരിക്കും. പക്ഷേ മതപരമായ വിഷയത്തിൽ അവൻ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പഠിക്കാനും അത് പിൻപറ്റാനും അതിലൂടെ നീങ്ങാനും അവനൊരു പ്രോത്സാഹനവും പ്രചോദനവുമാകുന്നുവെങ്കിൽ അത് വലിയ നന്മയും മുതൽക്കൂട്ടുമാണ്. ആ മക്കളുടെ ജീവിതത്തിൽ അത് പരിവർത്തനം സൃഷ്ടിക്കുകയും അവർക്കതിലൂടെ മാറാനും കഴിയുന്നു എന്നത്. അതുകൊണ്ട് നമ്മൾ അറിവ് നേടുക, നമ്മുടെ മക്കൾക്ക് അതിനുള്ള സംവിധാനവും സൗകര്യവും ഒരുക്കി കൊടുക്കുക. ചെറുപ്പത്തിലുള്ള ആ സമയത്ത് പഠിക്കാൻ കഴിയുന്ന അത്ര ഗ്രാഹ്യശക്തി പിൽക്കാലയളവുകളിൽ ചിലപ്പോ പല പ്രാർത്ഥനകൾ പഠിക്കുന്നിടത്ത്, ഖുർആൻ ഹിഫ്ളാക്കുന്ന വിഷയങ്ങളിൽ പിന്നീടുള്ള കാലങ്ങളിൽ അത്ര കഴിഞ്ഞോളണമെന്നില്ല. നമുക്കേതാരും കഴിഞ്ഞില്ല, ഇനിയിപ്പോ അത് ശ്രമിക്കുന്നില്ല എന്നതല്ല. തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നുവെങ്കിൽ 2 പ്രതിഫലമാണ് അയാൾക്ക്. അങ്ങനെ ഓതുന്ന അയാൾക്ക്, തപ്പിത്തടഞ്ഞ് ഓതുന്നവന് 2 പ്രതിഫലമുണ്ട് എന്ന് പോലും പഠിപ്പിച്ചു. നിരുത്സാഹപ്പെടുത്തുകയല്ല. ഇസ്ലാമിൽ ഒരു നന്മ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ചെയ്തില്ല എന്നാലും പ്രതിഫലം, ചെയ്തോ 2 പ്രതിഫലം. ഇങ്ങനെയൊക്കെ പ്രതിഫല വാഗ്ദാനങ്ങൾ നിരവധി നൽകിയ നമ്മുടെ നാഥൻ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട അറിവുകൾ അത് പഠിക്കുക, അത് ഗ്രഹിക്കുക, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക. പ്രധാനമായി വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട അറിവും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പല വിഷയങ്ങളിലും പല മേഖലകളിലും ഉണ്ടായിരിക്കാം. എന്നാൽ നമുക്ക് ഏറ്റവും അധികം സ്നേഹവും ഇഷ്ടവും അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടും പ്രവാചകരോടും തന്നെയായിരിക്കണം. പ്രവാചകൻ ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഇല്ല എങ്കിൽ പ്രവാചകന്റെ സുന്നത്തുകൾ തിളക്കമാർന്ന രീതിയിൽ നമ്മുടെ മുന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതേപോലെ വരച്ചു കാണിച്ച പോലെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസർജന സ്ഥലത്തേക്ക് എങ്ങനെ പ്രവേശിച്ചു, എങ്ങനെ പുറത്തേക്ക് വന്നു, വസ്ത്രം എങ്ങനെ ധരിച്ചു, ഏത് വസ്ത്രമാണ് ഇഷ്ടപ്പെട്ടത്, എവിടുന്നാണ് എങ്ങനെയാണ് ആരംഭിച്ചത്, തലമുടികൾ എങ്ങനെയാണ് ചീകിയത്, ഭക്ഷണം എങ്ങനെയാ കഴിച്ചത്, ഭാര്യമാരോട് എങ്ങനെയാ ഇടപഴകിയത്, കുടുംബജീവിതത്തിൽ എങ്ങനെ, തന്റെ വീട്ടുജീവിതത്തിൽ എങ്ങനെ, എല്ലാതും കൃത്യമായി നമ്മോട് പഠിപ്പിച്ചു. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്, വദിത്തു അന്നി ഖദ് റഅയ്തു ഇഖ്വാനനാ, എന്റെ സഹോദരങ്ങളെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പൊ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലസ്നാ ഇഖ്വാനക്, അങ്ങയുടെ സഹോദരങ്ങൾ ഞങ്ങൾ കൂടെയുണ്ടല്ലോ നബിയെ. ബൽ അൻതും അസ്ഹാബി വഇഖ്വാനി അല്ലദീ ലം യഅതു ബഅദ. റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന സഹാബത്ത് പറഞ്ഞു, നബി അങ്ങയുടെ സഹോദരങ്ങൾ കൂടെയുണ്ടല്ലോ. റസൂൽ പറഞ്ഞു, നിങ്ങളല്ല എന്റെ സഹോദരന്മാർ, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. എന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ അവർ ശേഷം വരുന്നവരാണ്. എങ്ങനെ? റസൂൽ അവരെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ പോലും കൃത്യമായി പഠിപ്പിക്കുകയാണ്. അവസാന കാലയളവുകളിൽ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ നെഞ്ഞോട് ചേർത്ത് പിടിക്കുന്നവർക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്നതും, അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സുന്നത്തുകൾ തിളക്കമായി
ഉത്തമമായ രീതിയിൽ പിൻപറ്റുന്ന ആളുകൾക്ക് സ്വഹാബത്ത് ജീവിച്ചിരുന്ന ആ കാലയളവുകളിൽ പ്രതിഫലം എങ്ങനെയൊക്കെ നൽകപ്പെട്ടുവോ അതുപോലെ നൽകപ്പെടുന്നു എന്നതാണ് റസൂൽ അവരെ തിരിച്ചറിയുന്ന അടയാളം പോലും പഠിപ്പിച്ചത്. അവരുടെ വുളൂഇന്റെ പാടുകൾ, അല്ലെങ്കിൽ അവർ വുളൂ എടുത്തത് എപ്രകാരമാണോ ആ വുളൂ എടുത്തതിന്റെ കൈകൾ എത്ര കൈയേറ്റി അവർ വുളൂ ചെയ്യുന്നു അതിനനുസരിച്ചുകൊണ്ട് അവര് അതുപോലെ മുഖവും ഒക്കെ തിളക്കമാർന്ന രീതിയിൽ അവരെനിക്ക് തിരിച്ചറിയാൻ കഴിയും. ശേഷക്കാരായ ആളുകളെ കുറിച്ചാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പ്രവാചകന്റെ സുന്നത്തുകളോട് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ച വിഷയം തന്നെയാണല്ലോ അത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. എന്താണ് പഠിപ്പിച്ചത്? നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക. മാത്രവുമല്ല, എന്നാൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുന്നതാണ്, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്നതാണ്. റസൂലുള്ളയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് നമ്മോട് പഠിപ്പിച്ചു. റസൂലുള്ള എന്ത് കാര്യം ചെയ്തോ അതിൽ മുഴുവനും വിശ്വാസികളായ ആളുകൾക്ക് വലിയ മാതൃകയുണ്ട്. അവരുടെ ഈമാൻ പോലും പൂർത്തിയാകുന്നത് മൂന്ന് കാര്യങ്ങൾ അവരുണ്ടായാൽ ഈമാനിന്റെ മാധുര്യം അവർ ആസ്വദിച്ചു. എന്നിട്ട് അവിടുന്ന് വിശദീകരിച്ചത് അള്ളാഹുവോടും റസൂലിനോടും മറ്റെന്തിനേക്കാളും ഇഷ്ടമുണ്ടാവുക, സ്നേഹമുണ്ടാവുക, അങ്ങനെയുള്ള ആളുകൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മോട് പഠിപ്പിച്ച ആ നിയമങ്ങളും കാര്യങ്ങളും അത് നമ്മളൊന്ന് പഠിച്ചു നോക്കാം. റസൂലുള്ളാഹിന്റെ ജീവിതം അതുപോലെ പഠിക്കണമെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ ജീവിതം അതേപോലെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ പോലുമുണ്ട്. ശമാഇൽ മുഹമ്മദിയ പോലെ റസൂലുള്ളാഹിന്റെ ജീവിതം, സ്വഭാവം, പെരുമാറ്റം, നടത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, ഉണർച്ച, വിനയം, സംസാരം, അതോടൊപ്പം ഭക്ഷണക്രമങ്ങൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനപ്പുറം ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ലോകത്ത് എത്രയാ! ആ ഹദീസുകൾക്ക് വിശദീകരണം എഴുതിയ ഗ്രന്ഥങ്ങൾ അതിനേക്കാൾ ലോകത്തിന് സുലഭവും ലഭ്യവുമാണ്. മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലും ഏതേത് ഭാഷകളിൽ വേണോ അതിലൊക്കെ അത് വിവർത്തനം ചെയ്യപ്പെടുകയും കൂടുതൽ സൗകര്യപ്രദമായി പണ്ടത്തെ ആളുകൾ ദീർഘദൂരം കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ടായിരുന്നു അവരത് നേടിയിരുന്നത് എങ്കിൽ ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ മുഴുവനും ആ ഭാഗങ്ങൾ മുഴുവനും നമുക്ക് പഠിക്കാം. അപ്പൊ അത്രമാത്രം സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഇന്നുണ്ട്. എന്നാലോ ആ വിഷയത്തിൽ നമ്മൾ താല്പര്യം കാണിക്കുക. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തെ പിൻപറ്റിയ ഒന്ന് രണ്ട് മാതൃകകൾ മാത്രം പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിഅസ്ഹാബി, അനുയായികളുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്നു. ഇത് ഖലഅന അലൈഹി, അവിടുന്ന് രണ്ട് ചെരുപ്പുകൾ അഴിച്ചു വെച്ചു. ഫവലഹുമാ യസാരി, അത് അവിടുത്തെ ഇടതു ഭാഗത്തായി കൊണ്ട് വെക്കുകയും ചെയ്തു. ഫലമ്മാ റഅ ദാലികൽ ഖൗം, ജനങ്ങളും അത് കണ്ടപ്പോൾ ഉടനെ അഴിച്ചു വെക്കുകയാണ്. അൽ ഖൗനി ആലഹും, അവരും ചെരുപ്പഴിച്ച് അതുപോലെ വെച്ചു. ഫലമ്മാ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുഹു ഖാൽ, നമസ്കാരം കഴിഞ്ഞുകൊണ്ട് റസൂൽ ചോദിക്കുകയാണ്, മാ ഹമലകും അലാ ഇൽഖാഇകും നിആലകും, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെരുപ്പഴിച്ചു വെച്ചത്? അവർ പറഞ്ഞു, റഅയ്നാക അൽഖൈതന അലൈക ഫൽഖൈനാ നിആലന, നിങ്ങൾ ചെരുപ്പടിക്കുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങളും ചെരുപ്പഴിച്ചു. റസൂൽ എന്ത് ചെയ്യുന്നോ അത് അതുപോലെ ചെയ്യുകയും പഠിക്കുകയും പിൻപറ്റുകയും സ്വീകരിക്കുകയും വീട്ടിൽ പോയിട്ട് കുട്ടികളോടും ഭാര്യയോടും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നവരായിരുന്നു അവർ. റസൂൽ പറഞ്ഞു, ഞാൻ ചെരുപ്പഴിച്ചു വെക്കാനുള്ള കാരണം അതിലല്പം നജസുണ്ടായിരുന്നു, മാലിന്യമുണ്ടായി, അതുകൊണ്ട് ഞാൻ അഴിച്ചു വെച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, ഒരു സ്ത്രീ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് സ്വർണത്തിന്റെ, റസൂലുള്ള ഒരിക്കൽ ഇരിക്കുന്ന സദസ്സിലേക്ക് സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളൊക്കെ അറിയാം. അവിടുന്ന് ഒരു മോതിരം ധരിച്ചപ്പോൾ സഹാബികൾ മുഴുവനും മോതിരം ഉണ്ടാക്കുകയാണ്. റസൂൽ അത് ഊരി വലിച്ചെറിഞ്ഞു. സഹാബത്ത് മുഴുവൻ അത് ഊരി വലിച്ചെറിഞ്ഞ സംഭവങ്ങൾ. റസൂലിന്റെ അരികിലേക്ക് ഒരു സഹോദരി സ്വർണവുമായി വന്ന്, ആ മകൾക്കുള്ള സ്വർണവുമായി വന്നപ്പോൾ റസൂൽ അതിനേക്കാൾ നല്ലത് പരലോകമല്ലേ എന്ന് പറഞ്ഞപ്പോ അവരത് ഉപേക്ഷിച്ച സംഭവങ്ങൾ. സ്വർണം ഊരി വലിച്ചതിന സഹാബിയോട് വേറൊരാൾ ചോദിക്കുകയാണ്, അത് ഇനി എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള വലിച്ചെറിഞ്ഞ കാര്യം ഇനി എനിക്കത് വേണ്ട എന്ന് പോലും പറയുന്ന ആളുകൾ. അപ്പൊ അവരുടെ ജീവിതത്തില് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്ത് കണ്ടാൽ ആ വുളൂവിന്റെ വെള്ളം പോലും
നിലത്തേക്ക് വീഴാൻ സമ്മതിക്കാത്ത സഹാബികളായിരുന്നു. വഇദാ തവല്ലഅ, അവിടുന്ന് വുളൂ ചെയ്താൽ കാദൂ യഖ്തതിലൂന അലാ വുളൂഹി, ആ വുളൂഇന്റെ വെള്ളത്തിന് വേണ്ടി പോലും മത്സരിക്കുന്ന സഹാബികളായിരുന്നു അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങളും അതുപോലെ കിട്ടാനും അതിനോട് പ്രത്യേക സ്നേഹവും ഇഷ്ടവും അവർ കാത്തു സൂക്ഷിച്ചിരുന്നതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാന വല്ലാഹി യുഹ്ബിലീനാ മൻ അംവാലിനാ വഔലാദിനാ വഅബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അൽ-ലമഅ. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് എന്തിനേക്കാളും അല്ലാഹുവിന്റെ റസൂലാണ്, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങളുടെ സമ്പത്തിനേക്കാളും ദാഹജലത്തെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും അല്ലാഹുവിന്റെ റസൂൽ. അത്രക്ക് താല്പര്യമായിക്കൊണ്ടാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് അത് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റെന്തിനേക്കാളും ഏറെ അവർ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുകയും അതിലൂടെ അവർ ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം നമ്മൾ പിൻപറ്റാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണവിശേഷങ്ങളും സ്വഭാവങ്ങളും അത് പഠിക്കാനും താല്പര്യപ്പെടുക. അതിലൂടെ നമ്മുടെ സ്വഭാവത്തിലും സംസ്കാരത്തിലും മാറ്റങ്ങൾ ധാരാളമായി കടന്നു വരും. വിശ്വാസികളായ ആളുകൾ പ്രധാനമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസുകൾ മാത്രം വായിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, പിന്നീട് സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. സ്വഭാവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്ത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹിയെ പരസ്യമായി ഒരാൾ ചീത്ത വിളിക്കുകയാണ്, റസൂലുള്ളാഹി പ്രതികരിക്കുന്നില്ല. അയാൾ തിരിച്ചു പോകവേ കൂടെയുള്ളവർ ചോദിക്കുകയാണ്, എന്തേ റസൂലെ നിങ്ങൾ ഒന്നും തിരിച്ചു പറയാതിരുന്നത്? അയാളുടെ അതേ പ്രകൃതമല്ലല്ലോ എനിക്ക് എന്നാണ് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സവിധത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്ന് പരസ്യമായി ചീത്ത വിളിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു. അയാൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവസാന നിമിഷത്തിൽ പ്രതികരിച്ചു പോയി. റസൂലുള്ളാഹി സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എന്തേ റസൂലെ നിങ്ങൾ എഴുന്നേറ്റത് എന്ന് ചോദിക്കുമ്പോൾ, ഇത്ര നേരം മലക്കുകൾ ഇവിടെ സന്നിഹിതരായിരുന്നു, നിങ്ങൾ തിരിച്ചു മറുപടി പറഞ്ഞപ്പോൾ പിന്നെ ആ സ്ഥാനത്ത് പിശാചും കൂട്ടാളികളുമാണ് വന്നത്, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയത് എന്നാണ്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ വെച്ച് ഏറ്റവും ലളിതമായ ജീവിതവും ഉണക്ക റൊട്ടിയും കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന നാളുകളിൽ പോലും മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, കാന ബശറൻ മിനൽ ബശർ, സാധാരണക്കാരിൽ സാധാരണ മനുഷ്യനായിരുന്നു. ഇതൊക്കെ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും റസൂലുള്ളാഹിയെ സാധാരണക്കാരനാക്കി എന്നതാണ്. അതല്ല, റസൂലുള്ളാഹിയുടെ വിനയമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതം വിശ്വാസികൾ പഠിക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ ജീവിതം മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ ഏറ്റവും മാതൃകായോഗ്യമായി തീരും. ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരാനും ഇസ്ലാം സ്വീകരിക്കാനും കാരണമായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും തെറിവിളിച്ചിരുന്ന ആളുകൾ പ്രവാചകന്റെ സ്വഭാവത്തിന്റെ ഗുണവിശേഷങ്ങൾ മനസ്സിലാക്കിയിട്ടും അവിടുത്തെ വിട്ടുവീഴ്ചകൾ മനസ്സിലാക്കിയിട്ടും മക്കം ഫത്ഹിന്റെ അന്ന് പോലും എല്ലാവരും സ്വതന്ത്രനാണ്, പൊക്കോളൂ, ഇന്ന് കാരുണ്യത്തിന്റെ ദിനമാണെന്ന് പറയുമ്പോ റസൂലുള്ളാഹി മക്കയിൽ ഏറ്റവും കിരാതമായി അക്രമത്തിന് വിധേയമാക്കിയവരാണ് മുന്നിൽ നിൽക്കുന്നത്. പ്രവാചകന്റെ പിതൃവ്യൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ ക്രൂരമായി മർദ്ദിച്ച ആളുകളാണ് മുന്നിൽ നിൽക്കുന്നത്. പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടവരെയും കൂട്ടുകാരിലും അതുപോലെ തന്നെ യാസറിനെയും അമ്മാറിനെയും അവരുടെ കുടുംബത്തെയും ഒക്കെ ഉപദ്രവിച്ചവര് മുമ്പിൽ നിൽക്കുന്നു. എല്ലാവരോടും നിങ്ങൾ പൊക്കോളൂ, ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ദിനമാണ്, ഒരാളോടും എനിക്ക് പ്രതികാരമില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്തൊരു വിട്ടുവീഴ്ച! അത്ഭുതപരതന്ത്രരായ അവർ ഇസ്ലാമിലേക്ക് വരാൻ പ്രേരണയാവുകയാണ്. പ്രതികാരം, യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ യുദ്ധം അതിൽ ഒളിച്ചോടുന്ന പ്രവാചകനല്ല. യുദ്ധത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്, ധൈര്യമുള്ളവൻ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞു തന്നെ യുദ്ധം ചെയ്തിരുന്ന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മസ്ജിദിൽ എത്തിക്കഴിഞ്ഞാലോ സഹാബത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഇമാം, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ വിശ്വാസികളുടെയും നേതാവ്,
ഏറ്റവും നല്ല ഒരു ഇമാമായിക്കൊണ്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നു. ഖുത്ബ നിർവഹിക്കുന്നിടത്താവട്ടെ, അവർക്ക് ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കുന്നിടത്താവട്ടെ, 10,000-കണക്കിന് ശിഷ്യന്മാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സഹാബത്തിന് ആ വിജ്ഞാനം നുകർന്നു നൽകുമ്പോഴും ജിബ്രീൽ കടന്നു വന്നാൽ ജിബ്രീലിന്റെ മുന്നിൽ വിനയാന്വിതനാകുന്ന ഒരു ശിഷ്യൻ, എളിമയോടുകൂടി താഴ്മയോടുകൂടി ജിബ്രീലിന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു ശിഷ്യനായിരുന്നു. എന്നാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭാര്യമാരെ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ സഹായിക്കണമോ അവിടെ മുഴുവനും പ്രവാചകന്റെ മാതൃകയുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭാര്യമാര് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അതിൽ മുഴുവനും വീട്ടുവേലകളിൽ, വീട്ടുജോലികളിൽ പ്രവാചകൻ അവരുടെ സഹയാത്രികനായിക്കൊണ്ട്, അവരുടെ കൂട്ടാളിയായിക്കൊണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നിടത്തും, ആടിന്റെ പാൽ കറന്നെടുക്കുന്നിടത്തും, ഒട്ടകത്തിന്റെ പാൽ കറന്നെടുക്കുന്നിടത്തും, സ്വന്തം വസ്ത്രം പോലും കീറിപ്പറിഞ്ഞാൽ അത് തുന്നുന്ന പ്രവാചകൻ, ചെരുപ്പുകൾ തുന്നുന്ന പ്രവാചകൻ. വീട്ടിൽ ജോലികളിൽ ഭാര്യമാരെ സഹായിക്കുന്ന പ്രവാചകൻ. ബാങ്ക് പെട്ടെന്ന് കേട്ടാൽ, ആയിഷ ഞാൻ നമസ്കരിച്ചു വരാം, പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ പോവുകയാ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് പോയി ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നു, നമസ്കരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം അവിടെ കഴിച്ചുകൂട്ടുകയല്ല, പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നു. വീണ്ടും വീട്ടിലെത്തിയിട്ട് സുന്നത്ത് നമസ്കാരവും അനുബന്ധമായി വീട്ടുജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സ്വഹാബത്ത് പറയുന്നത് പ്രവാചകന്റെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയുണ്ട്. എത്രത്തോളം ലഖദ് റഅയ്തു നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യജിദു മിനദ്ദഖലി മാ യംലഉ ബി ബത്നഹ്. നിങ്ങളുടെ പ്രവാചകനെ ഞാൻ കണ്ടു എന്ന് നുഅ്മാൻ ഇബ്നു ബശീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകളും സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്. എന്നാൽ മദീനയിലെ മസ്ജിദിനെ കവച്ചു വെക്കാൻ മാത്രം ഗനീമത്ത് സ്വത്ത് ലഭ്യമായ നാളുകളിൽ ഏറ്റവും വില കൂടിയ ഈത്തപ്പഴവും അനുബന്ധമായി സ്വർണവും ഒക്കെ അവിടെ വന്ന് കുമിഞ്ഞു കൂടുമ്പോഴും അതിൽ നിന്ന് ഒന്നുപോലും എടുക്കുന്നില്ല. ജമാഅത്തിന് വരുന്നു, നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പല സ്വഹാബിയന്മാരും എപ്പോഴാണ് ഗനീമത്ത് വീതം വെക്കുക എന്ന് പോലും ചിന്തിക്കുകയാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആ കിട്ടിയ അദ്ദേഹത്തിന് ഒരു വലിയ ചാക്കുമായിട്ട് ഗനീമത്ത് സ്വത്ത് അദ്ദേഹം ശേഖരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരികയാണ്. നിറയെ അതിലേക്ക് നിറച്ചു വെച്ചു. അത് തന്റെ ചുമലിലേക്ക് വെച്ചപ്പോൾ പൊങ്ങുന്നില്ല. അല്പം അതിന് കളഞ്ഞേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം കളഞ്ഞപ്പോഴും പൊങ്ങുന്നില്ല. വീണ്ടും ചുമലിലേക്ക് വെക്കുന്നു, സാധിക്കുന്നില്ല, പൊങ്ങുന്നു. വീണ്ടും കളഞ്ഞേക്കും. അങ്ങനെയൊക്കെ കളഞ്ഞ് ആ ചുമടുമായി അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത് നോക്കി റസൂലുള്ളാഹി പുഞ്ചിരിക്കയാ. എന്നാൽ അതേ റസൂലോ അതിനൊന്നുപോലും ഭക്ഷിക്കാതെ തന്റെ പേരക്കുട്ടികൾ അവര് പൊതുഖജനാവിന്റെ മുതലായിട്ടുള്ള സമ്പത്തായുള്ള ഒരു ഈത്തപ്പഴത്തിന്റെ കാരക്കയുടെ ഒരു കഷ്ണമെടുത്തുകൊണ്ട് വായിലേക്ക് ഇട്ടപ്പോൾ തുപ്പിക്കള എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തുപ്പിക്കളയിപ്പിക്കുന്ന പ്രവാചകൻ. അതേ റസൂൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പേരക്കുട്ടികളുടെ മുമ്പിൽ എന്തൊക്കെ കളികൾ കളിക്കാമോ ഒരു വല്യപ്പ അത്രമാത്രം താഴ്മയിൽ ആ പേരക്കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്. അവരോട് തമാശ പറയുകയാണ്, കൊഞ്ചിക്കുഴിയുകയാണ്. ഖുത്ബ നിർവഹിക്കുമ്പോൾ പോലും പേരക്കുട്ടികൾ കയറി വരുമ്പോൾ ആ ഖുത്ബ നിർത്തിയിട്ട് പേരക്കുട്ടികളെ പോയി എടുത്തുകൊണ്ട് ഖുത്ബ നിർവഹിക്കാൻ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർത്തിയത് കണ്ട് സഹാബത്ത് ചോദിക്കയാ, എന്താ റസൂലേ പ്രസംഗം നിർത്തിയത്? എന്റെ പേരക്കുട്ടികൾ ഫാത്തിമയുടെ മക്കൾ അവരിങ്ങനെ തപ്പിത്തടഞ്ഞു വരുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിതം വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് കടന്നു വരേണ്ടത്? തന്നെ തെറി പറയുന്നവരെയും ചീത്ത വിളിക്കുന്നവരെയും ശകാരിക്കുന്നവരെയും അതേ നാണയത്തിൽ ശകാരിക്കുക എന്നതല്ല ഇസ്ലാമിക സംസ്കാരം. ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബാബൻ വലാ ഫഹാശൻ വലാ ലആനൻ. റസൂൽ ഒരാളെയും അശ്ലീലം പറയില്ല, ചീത്ത വിളിക്കില്ല, ഒരാളെയും ശപിക്കുകയുമില്ല. ആരെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിന് പ്രതികരിക്കില്ല. പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഇസ്ലാമികമായി റസൂൽ അവിടെ മൗനം ദീക്ഷിക്കുകയും മൗനായി ഇരിക്കുകയും ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ മുസ്ലിമായി ജീവിക്കുന്ന നമ്മൾ ശേഖരിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിതവും
പാതയും അത് പിൻപറ്റുക. നമ്മൾ കുടുംബത്തിലെത്തിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും എല്ലായിടത്തും സമൂഹത്തിലും സമുദായത്തിലുമൊക്കെ വലിയ നിലയിലുള്ളവരായിരിക്കും. പക്ഷേ മാതാപിതാക്കളോട് ബന്ധം വിച്ഛേദിച്ചിട്ട് എത്രയോ കാലമായിട്ടുണ്ടാവും. അവർക്ക് ഫോൺ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളുകൾ, തന്റെ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് അവരോട് പിണക്കമുള്ള ആളുകൾ ഉണ്ടായേക്കാം. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമാവാൻ, മാറി നിൽക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക പോലുമില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ബിൻ ഖത്താബിന്റെയും റളിയല്ലാഹു തആല അൻഹും അവിടെ മുമ്പിലെത്തിയാൽ ഒരു മരുമകനായിട്ടാണ് ഇരിക്കുന്നത്. തന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ്. എന്നാൽ പോലും ഒന്ന് ഹഫ്സയുടെ പിതാവാണ്, ഒന്ന് ആയിഷയുടെ പിതാവാണ്. രണ്ടുപേരും എൻ്റെ അമ്മോശന്മാർ. അവരുടെ മുമ്പിൽ അങ്ങനെയാണ് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതോടൊപ്പം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ദുന്നൂറൈൻ, ഇരട്ട പ്രകാശത്തിന്റെ ഉടമ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവരുടെ മുമ്പിൽ ഒരു അമ്മോശനായിട്ടും ഇരിക്കുന്നു. ഒന്ന് ഫാത്തിമയുടെ ഭർത്താവാണ്, റുഖിയ്യയുടെ ഒക്കെ ഭർത്താവാണ്. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അപ്പൊ അവിടെ ആ രീതിയിൽ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നുപോയാൽ വിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് പിൻപറ്റുവാനും ശേഖരിക്കുവാനുമുള്ള നന്മകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വിശ്വാസികളായ ആളുകൾ അവർ പിൻപറ്റേണ്ടത് വ്യക്തിപരമായ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്തുവാനോ അല്ലെങ്കിൽ എണ്ണിയാൽ അവസാനിക്കുന്നത് ഒന്നും തന്നെയല്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ, അതിന് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പിൻപറ്റുക, നമ്മൾ ശേഖരിക്കുക. പ്രധാനമായിട്ട് സംസാരത്തിന്റെ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം കഫാബിൽ മർഇ കദീബൻ അയ്യുഹദ്ദിസ ബി കുല്ലി മാ സമിഅ, കേൾക്കുന്ന കാര്യം അതുപോലെ പറഞ്ഞാൽ മതി ഒരാൾ കളവ് പറയുന്നവനായി തീരാൻ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത്. അതുകൊണ്ട് കള്ളവുമായി ബന്ധപ്പെട്ട് തമാശയിൽ പോലും കളവ് വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത്. പ്രധാനമായി മുസ്ലിങ്ങളും തമ്മിലുള്ള ബാധ്യതകൾ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളും കടമകളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിച്ചു തന്നു. ആ ഹദീസിന്റെ സാരാംശം എത്രയോ തവണ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും പിന്നെയും പിണക്കങ്ങൾ കടന്നു വരുമ്പോഴേക്ക് അത് നമ്മൾ മറന്നു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല. അള്ളാഹു മറ്റൊരാൾക്ക് നൽകിയ സമ്പത്തിന്റെ വിഷയത്തിലോ മക്കളുടെ വിഷയത്തിലോ അല്ലെങ്കിൽ അയാൾക്ക് നൽകിയ ഐശ്വര്യത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും പുരോഗതിയും ജോലിയും ഒക്കെ കാണുമ്പോൾ അതിൽ അസൂയ വെക്കേണ്ട ആവശ്യമില്ല. വലാ തനാജശു, വില കയറ്റി പറയാനും പാടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ വില കയറ്റി പറയുന്ന അവസ്ഥയും പാടില്ല എന്നതാണ്. വലാ തബാഗദു, നിങ്ങൾ അന്യോന്യം വെറുക്കാനും പാടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് വെറുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് അയാളെ കണ്ടാലും സലാം പറയാത്ത അവസ്ഥ, അതിനൊക്കെ മുസ്ലിങ്ങൾ മാറി നിൽക്കാൻ കഴിയണം. ഇസ്ലാം എന്നത് സാഹോദര്യവും സമത്വവും ഐക്യവുമാണ് പഠിപ്പിക്കുന്നത്. അതിലേക്ക് വരാൻ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ കയറിനെ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. എന്ത് പ്രശ്നമുണ്ടായാലും ഒരു വിഷയത്തിലും ഇസ്ലാമികമായ ഐക്യം തകരാതെ അതിന് കളങ്കം സംഭവിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വലാ യബിഉ ബഅദുകും അലാ ബൈഇ ബഅദ്, ഒരാൾ വിറ്റതിന് മേലെ മറ്റൊരാൾ വില കൂട്ടിക്കൊണ്ട് വിൽക്കാനും പാടില്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളിമുഹു, അയാളെ ആക്രമിക്കുകയില്ല. വലാ യഖ്ളുലുഹു, അയാൾ അവനെ കൈവിടുകയുമില്ല. ഒരു വിഷയമുണ്ടായാൽ കൈവിടിയില്ല. നമുക്കൊരു ആവശ്യം വന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ ആവശ്യം വന്നു, ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളുടെ കൂടെ പോവുക. ഒരാൾ ഒരു സഹായത്തിന് എന്റെ കൂടെ ഇന്ന സ്ഥലം വരെ പോരുമോ, എന്റെ കാര്യം നിർവഹിച്ചു വരുവോളം എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് തിരക്കാണ്, 100 കൂട്ടം ജോലികളാ, ഇത് പറഞ്ഞ് ഒഴിവാവുകയല്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് മാത്രം ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മദീനയിലെ മസ്ജിദിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ മദീനയിലെ പള്ളിയിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ മറ്റു പള്ളികളിൽ 1000 റക്അത്ത് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ആ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഒരാൾ ഒരു കാര്യത്തിൽ എന്നെ വിളിച്ചു, അയാളുടെ ആ കാര്യം നിർവഹിച്ച് തിരിച്ചു പോരുന്നതാണ്, അയാളുടെ കൂടെ അത്രയും സമയം കഴിച്ചു കൂട്ടുന്നതാണ്, അതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എത്രത്തോളം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരിക്കലും മറ്റൊരാളെ അവിശ്വസിക്കാൻ പാടില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഒരാളെ അന്യായമായി സംശയിക്കാൻ പാടില്ല, കൈവടിയാൻ പാടില്ല, വലാ യക്ദിബുഹു, അവിശ്വസിക്കാൻ പാടില്ല, ഒരു വിഷയത്തിലും കളവാക്കാൻ പാടില്ല, വലാ യഹ്കിറുഹു, നിന്ദിക്കാനും പാടില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോശമാക്കിയിട്ട് ജനസമക്ഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയാളെ മോശക്കാരനാക്കി ഒറ്റപ്പെടുത്തി ആ രീതിയിലേക്ക് കൈവടിയാൻ പാടില്ല. അതൊക്കെ പകയായിരിക്കും പിന്നീട് വരിക. നമ്മുടെ നമസ്കാരവും നമ്മുടെ അനുബന്ധമായ ആരാധനാകർമ്മങ്ങളും റഹ്മാനായ നാഥൻ സ്വീകരിക്കണമെങ്കിൽ ഒരാളോടും പകയില്ലാത്ത സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ സ്വഭാവ വൈഷ്ഠവ്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഒരാളോടും പകയില്ല, ഒരാളോടും വെറുപ്പില്ലാത്ത മനുഷ്യനായിക്കൊണ്ടാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ എവിടെ നിന്നാണ് കടന്നു വരിക? അത്തഖ്വാ ഹാഹുന, ഭയഭക്തി എന്നത് ഹൃദയത്തിലാണ്. വൈശീറു ഇലാ സദരി, ഇത് പറഞ്ഞ റസൂലുള്ളാഹി 3 പ്രാവശ്യം നെഞ്ഞിലേക്ക് വിരലുകൾ ഇങ്ങനെ ചൂണ്ടി. ഭയഭക്തി എന്നത് ഹൃദയത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിക്കുകയാണ്. അയ്യഖ്റ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ നിന്ദിക്കുക എന്നത്, ആളുകൾക്കിടയിൽ വെച്ച് വഷളാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തിന്മയായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർളുഹു, ഒരു മുസ്ലിമിന്റെ അഭിമാനവും ധനവും രക്തവും മറ്റൊരു മുസ്ലിമിന് നിഷിദ്ധമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിന് കളങ്കം വരാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ രക്തം ചീന്തുകയോ സമ്പത്ത് കൈവശപ്പെടുത്തുകയോ ചെയ്യാവതല്ല. ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു മുസ്ലിമിനെ ശകാരിക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, ഒരു മുസ്ലിമിനെ ചീത്ത പറയുക എന്നത് തെമ്മാടിത്തമാണ്. അവനോട് ശണ്ട കൂടുക, തർക്കിച്ച് അവസാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുക, ഖിതാലുഹു കുഫ്റുൻ, അത് അവിശ്വാസമാണ്, നരകത്തേക്ക് പോലും പോകുന്ന രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് നമ്മോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ അതിന്റെ ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഉൾക്കൊള്ളുകയും വിശ്വാസികളുടെ ജീവിതത്തിൽ വിശ്വാസികൾ പരസ്പരമുള്ള കടമയും കടപ്പാടുകളും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക. പ്രത്യേകിച്ച് ഊഹങ്ങളെയും അത്തരത്തിലുള്ള കട്ട് സംസാരങ്ങളും കേൾവികളും അതിന് പരമാവധി ഉപേക്ഷിച്ചുകൊണ്ട് അത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ തന്നെ ഓർക്കുക. ഒരാളത് പറയുമ്പോഴേക്കും അത് വിശ്വസിച്ചുകൊണ്ട് തന്റെ സ്നേഹിതനെയും കൂട്ടുകാരനെയും തെറ്റിദ്ധരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളും അതിലേക്ക് നമ്മൾ മാത്രമല്ല, ഇസ്ലാം വിശ്വാസികളുടെ ജീവിതത്തിൽ കടന്നു വരാനായി പഠിപ്പിച്ച പരമപ്രധാനമായ നന്മ എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധങ്ങളെ കൂടുതൽ നന്മയാർന്ന രീതിയിൽ കൊണ്ടുപോകാൻ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ല മുഅ്മിൻ അല്ലെങ്കിൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹി, നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവൻ അവൻ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലിഖി ദറജത സ്വാഇമിൽ ഖായിം, രാത്രി സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന മനുഷ്യനൊക്കെ കിട്ടുന്ന പ്രതിഫലമാണ് എന്ത്? ആ പ്രതിഫലം നല്ല സ്വഭാവത്തിന്റെയും സ്വഭാവ വൈഷ്ഠവ്യത്തിന്റെയും ഉടമയായി ജീവിക്കുന്ന മനുഷ്യനെ നേടിയെടുക്കാൻ കഴിയും. സുദീർഘമായി രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന ആ പ്രതിഫലം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട പ്രധാനപ്പെട്ട ഗുണം ഒന്ന്, വിട്ടുവീഴ്ച മനസ്ഥിതി, വിനയം കാണിക്കുക, അതോടൊപ്പം വിവേകത്തോടുകൂടി പെരുമാറുക, അതോടൊപ്പം മറ്റൊരു സംഗതിയാണ് സൗമ്യത കാണിക്കുക എന്നത്. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ് ഇന്നല്ലാഹ റഫീഖുൻ
യുഹിബ്ബു റിഫ്ക ഫിൽ അംരി കുല്ലിഹി, നിങ്ങൾ സൗമ്യത കാണിക്കുക. സൗമ്യത കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ്. സൗമ്യത എന്നത് എങ്ങനെയാണ് കടന്നു വരിക? ആളുകളോട് പെരുമാറുമ്പോൾ ഒരു മൃദുലതയും മയപ്പെടുത്തലും ഒക്കെ ആയിട്ട്, കാർക്കശ്യത്തോടെയും കണിശതയോടെയും അങ്ങനെ പറയേണ്ട വിഷയങ്ങളിൽ അങ്ങനെ പെരുമാറേണ്ടതുണ്ട്. എന്നാലോ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ അത് പാടില്ല. കോപിക്കേണ്ട വിഷയങ്ങളിൽ കോപിക്കാനും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ അങ്ങനെ തന്നെ സംസാരിക്കണം. കോപിക്കേണ്ട വിഷയങ്ങളിൽ ഒരു മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവരോട് അങ്ങനെ തന്നെ പെരുമാറാനും അങ്ങനെ തന്നെ ശബ്ദിക്കാനും കഴിയണം. അതല്ലാതെ അവിടെ മൗനം പാലിക്കുകയും മൗനം പാലിക്കേണ്ടിടത്ത് കോപിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അത് പാടില്ലാത്ത സംഗതിയാണ്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ് വയുഅതി അലൽ റിഫ്ഖ മാ ലാ യുഅതി അലൽ ഉൻഫ് വമാ ലാ യുഅതി അലാ മാ സിവാഹ്. നിശ്ചയം അള്ളാഹു സൗമ്യതയുള്ളവനാണ്. സൗമ്യതയെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധയില് അല്ലെങ്കിൽ പരുഷമായ കാര്യങ്ങളില് മറ്റുമൊക്കെ നൽകപ്പെടാത്ത അത്രമാത്രം അനുഗ്രഹമാണ് സൗമ്യതയിൽ അള്ളാഹു ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ആ സൗമ്യതയെ നിങ്ങൾ സ്വീകരിക്കുകയും ആ സൗമ്യതയില്ലാത്ത മേഖലകൾ ഏതൊക്കെയുണ്ടോ അവിടെ മുഴുവനും റസൂലുള്ളാഹിയുടെ ഒരു ഹദീസിൽ പോലും പഠിപ്പിച്ച വിഷയമാണ്. ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാന. സൗമ്യത എന്നത് ഏത് കാര്യത്തിലുണ്ടോ അത് മുഴുവനും ഭംഗിയുള്ള രീതിയിലാക്കി തീർക്കും, അത് അലങ്കാരമായി തീരും. അതില്ലാത്ത വിഷയങ്ങളിൽ അതിനെ വിരൂപമാക്കി കളയുകയും ചെയ്യുമെന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യം അറിയിച്ചു തന്നാലും പഠിപ്പിച്ചു തന്നാലും എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് ഒരാൾ വരികയാണ്. അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് തഖ്വല്ലാഹ് ഹുസ്നുൽ ഖുൽഖ്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ തഖ്വ അതുണ്ടാക്കുക, സൂക്ഷ്മതയുണ്ടാക്കുക. ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവത്തിന്റെ ആളുകളായി തീരുക. ഇത് ആളുകളെ കൂടുതലായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു വിഷയമാണ്. തഖ്വയുണ്ടായി തീരുകയും, അതായത് അള്ളാഹിനെ പേടിക്കുക, ഭയപ്പെടുക, അതോടൊപ്പം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അമല സ്വാലിഹാത്തുകൾ ചെയ്ത് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്മാര്, ആ ഗണവും. മറ്റൊന്ന് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരുക. നമ്മളെ കണ്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ കണ്ടുകൊണ്ട് ഇസ്ലാമിലുള്ളവർ അപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യ വിശേഷങ്ങളോ അവസ്ഥകളോ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മുടെ ഫേസ്ബുക്കിലാവട്ടെ, ഏതെങ്കിലും മെസ്സേജുകളിലൊക്കെ ആവട്ടെ, അവിടെ നമ്മൾ പാലിക്കേണ്ട മാന്യതയും പക്വതയും അവധാനതയും അത് നമ്മൾ ശ്രദ്ധിക്കുക. അന്യമതത്തിന്റെയും അന്യമതസ്ഥരായ ആളുകളും ഒരിക്കലും ഇസ്ലാമിനെ ഏതെങ്കിലും വിധത്തിൽ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ നമ്മൾ കാരണമായി പോകാൻ പാടില്ല എന്നത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുകയും ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ നന്മ ചെയ്യുകയും അതിൽ നമ്മൾ മുന്നേറുകയും ചെയ്യുക. പിന്നീട് വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ അവരുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളായി ജീവിക്കുന്ന നമ്മൾക്ക് പാലിക്കാനും ശ്രദ്ധിക്കാനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചു. പ്രത്യേകിച്ച് തന്റെ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഭക്ഷണം കഴിക്കുക എന്നത്. ആ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ബർക്കത്തുകൾ കിട്ടുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു. കൂട്ടമായി ഭക്ഷണം കഴിക്കുക, നിലത്തേക്ക് വീഴുന്ന ഭക്ഷണം പോലും മണ്ണ് കളഞ്ഞു കഴിച്ചാൽ അതിൽ പോലും ചില ബർക്കത്തുണ്ടായേക്കാം, ബാക്കി വെക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടായിരിക്കാം. ഇതൊക്കെ പഠിപ്പിച്ചു. ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും അലസമായി കാണുന്ന പല വിഷയങ്ങളിലും നമ്മുടെ നന്മകൾ നഷ്ടമാകുന്നതോടൊപ്പം തന്നെ അത് പലതരത്തിലുമുള്ള മാരകമായ രീതിയിൽ അബദ്ധങ്ങളും അപാകതകളും സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ ദഖല റജുലു ബൈത, ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, ഫദകറല്ലാഹ തആല ഇൻദ ദുഖൂലി വ ഇൻദ തുആമി ഖാല ശൈത്വാൻ ലി അസ്ഹാബി, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാഹ് എന്ന് പറയുന്നു. ഖാല ശൈത്വാൻ, പിശാച് അവന്റെ ആളുകളെ മുഴുവൻ വിളിച്ച് പറയും, എന്ത്, ലാ മബീത ലക്കും വലാ അശാ, ഇന്ന് നമുക്കിവിടെ ഭക്ഷണവുമില്ല, ഇവിടെ താമസവുമില്ല. ആരാ പറയുന്നത്? പിശാച്. കാരണം എന്തേ? ആ മനുഷ്യൻ ബിസ്മി ചൊല്ലിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വഇദാ ദഖല, വേറൊരു മനുഷ്യൻ, ഫലം യദ്കുരില്ലാഹ തആല ഇൻദ ദുഖൂലി, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മിയും ചൊല്ലിയില്ല,
ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയില്ല. പിശാച് അവന്റെ കൂട്ടുകാരികളെ വിളിക്കുകയാണ്, അദ്റക്തുൽ മബീത വഇദ ലം യദ്കുരില്ലാഹ തആല ഇൻദ തുആമി അദ്റക്തുൽ മബീത വൽ അശാ. ഇന്ന് നമുക്ക് ഇവിടെ താമസിക്കാം, കാരണം അവൻ ബിസ്മി ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് നമുക്കുള്ള ഭക്ഷണവും താമസവും ഇന്ന് ഇവന്റെ വീട്ടിലാണ് എന്ന് ആര് പറയും? പിശാച് അവന്റെ കൂട്ടാളികളോട് പറയും. അതുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ബിസ്മി ചൊല്ലുക, വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ പറയാം. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ നാമത്തിൽ എന്നതുകൊണ്ട് ആരംഭിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ ഭക്ഷണം കഴിക്കുമ്പോൾ അത് മറന്നു പോയാൽ തന്നെ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു ഇതുപോലും പറയാൻ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സമ്മില്ല. റസൂലുള്ളാഹിന്റെ അരികിൽ ഇരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ റസൂലുള്ളാഹി പറഞ്ഞു, ബിസ്മി കൊണ്ട് ആരംഭിക്കും മോനെ ഭക്ഷണം കഴിക്കുമ്പോൾ. വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക, വലത്തേ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. തന്റെ അടുത്ത ഭാഗത്തുനിന്ന് ഭക്ഷണം കഴിക്കുക. പാത്രത്തിന്റെ അവിടുന്നും ഇവിടുന്നും പെറുക്കി തിന്നുകയല്ല, മറിച്ച് അടുത്ത ഭാഗത്തുനിന്ന് എടുത്തുകൊണ്ട് കഴിക്കുക എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഭക്ഷണത്തിന് ഏതെങ്കിലും തരത്തിൽ നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഭക്ഷണത്തെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അത് മുസ്ലിം ശ്രദ്ധിക്കേണ്ട മര്യാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തു, ഒരു ഭക്ഷണത്തെയും റസൂലുള്ളാഹി ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അതിന് മോശമാക്കുകയോ ചെയ്തിട്ടില്ല. ആ ഭക്ഷണം ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹി കഴിക്കും, ഇല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാന്നല്ലാതെ ഭക്ഷണത്തിന്റെ കുറ്റവും കുറവും ഒരിക്കലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുമായിരുന്നില്ല. പിന്നെയോ വിശ്വാസികളുടെ ജീവിതത്തെ അവർ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ എന്നും ചെയ്യുന്ന സൂചിപ്പിച്ചത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എത്രയോ മര്യാദകൾ പഠിപ്പിച്ചു. പ്രത്യേകിച്ച് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം, വലത്തെ ഭാഗം കൊണ്ട് ഭക്ഷണം ആരംഭിക്കണം, വലത്തെ ഭാഗത്തുനിന്ന് അടുത്ത ഭാഗത്തുനിന്ന്, അതുപോലെ ബിസ്മി കൊണ്ട് ആരംഭിക്കണം. ഇതൊക്കെ പഠിപ്പിച്ചുവെങ്കിൽ ഇടത് കൈ എന്നത് വെറുക്കപ്പെട്ട രീതിയിലാണ് പഠിപ്പിച്ചുള്ളത്. അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ആ വിഷയത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇടത് കൈ കൊണ്ട് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ മോശമാക്കി സംസാരിച്ച ഹദീസുകളും അത് തിരുത്താൻ വേണ്ടി റസൂൽ ആവശ്യപ്പെട്ടതുമൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതികളാണ്. ഒരിക്കൽ ഒരാൾ വന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്നാ നഅകുലു വലാ നശ്ബഉ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ വയറ് നിറയുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഫലഅല്ലകും തഫ്തരിഖൂൻ, നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ടാണോ ഭക്ഷണം കഴിക്കാറ്? അപ്പോൾ അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരുമിച്ചിരുന്നു കൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ അങ്ങനെ യോജിച്ചിരുന്നു കൊണ്ട് ഇജ്തമിഉ അലാ തുആമികും വദ്കുറു ഇസ്മല്ലാഹ് യുബാരിക് ലക്കും ഫീ, ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക, ബിസ്മി കൊണ്ട് ആരംഭിക്കുകയും ചെയ്യുക. എന്നാൽ കഴിക്കുന്ന ഭക്ഷണം വളരെ കുറച്ചാണെങ്കിലും വയറ് നിറയുകയും അതിലൊരു സംതൃപ്തി നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെയോ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ബർക്കത്തുകൾ ലഭ്യമാകുന്നതുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ കഴിക്കുന്ന ഭാഗം ഏതാണോ അത് നേരങ്ങത്തിൽ കഴിക്കുന്നതിൽ അതിൽ ബർക്കത്തുണ്ട് എന്നതും ആ ബർക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. പിന്നെ വിരലുകൾ നക്കി തുടച്ച് കഴിക്കുക, അതൊക്കെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മര്യാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമറ ബിൽ അക്ൽ അസ്സാബി വസ്സഹ്ഫ, നിങ്ങൾ വിരലുകൾ നക്കി തുടക്കാനും പാത്രം വടിച്ച് ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നകും ലാ തദ്റൂന ഫി അയ്യി തുആമികുമുൽ ബറക, ഏത് ഭക്ഷണത്തിലാണ് ബർക്കത്തുള്ളത് എന്ന് അറിയില്ല. അതുകൊണ്ട് ഭക്ഷണ മര്യാദകൾ അത് അവിടുന്ന് പഠിപ്പിച്ച ആ സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രോഗിയെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിരവധി സംഗതികളാണ്, വിശദീകരിക്കാൻ സമയമില്ലാത്തതിനാൽ തന്നെയും അത് നമ്മളൊക്കെ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള നാളുകളിലോ ക്ലാസ്സുകളിലോ അതെല്ലാം വിശദീകരിക്കാം. വിശ്വാസികളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ മര്യാദകളും സംസ്കാരങ്ങളും ജീവിത മര്യാദകൾ ക്രമീകരിക്കുവാനും ജീവിതത്തെ നന്മയാർന്ന രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട, അയാൾ പ്രഭാതത്തിൽ ഉണർന്നത് മുതൽ പ്രഭാതത്തിൽ ഉണർന്ന് പ്രദോഷം വരെയുള്ള ആ സമയത്തിൽ കഴിച്ചു കൂട്ടുന്ന കാര്യങ്ങളും പ്രദോഷത്തിൽ തന്റെ കിടക്കപ്പായിലേക്ക് എത്തുന്നത് വരെയുള്ള മര്യാദകൾ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്വീകരിക്കാനും പാലിക്കാനും അതനുസരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം ധരിക്കുമ്പോഴുള്ള മര്യാദകൾ ഏതൊക്കെയാണ്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ, പ്രാർത്ഥനകൾ, അതൊക്കെ നമ്മൾ പഠിക്കുക.
അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ഇസ്ലാമികമായ സംസ്കാരങ്ങളെ കൂടുതൽ താല്പര്യത്തോടുകൂടിയും പരിഗണനയോടുകൂടിയും മുൻഗണനാക്രമത്തിലും അതിനെ കാണുകയും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് വിശ്വാസികളുടെ ജീവിതത്തിൽ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങളിലാവട്ടെ പെരുമാറ്റ മേഖലകളിലാവട്ടെ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെയോ വ്യക്തിപരമായുള്ള ഇടപെടലുകളിലും സംസാരങ്ങളിലും ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും അതിലൊരു കൃത്യതയും കണിശതയും കൈവരിക്കുവാനും സൂക്ഷിക്കുവാനും, ഇതൊക്കെ നമുക്ക് നമ്മുടെ ദീനിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ മാത്രമാണ് ഉപകരിക്കുക എന്നതായിരിക്കണം. ഓരോരുത്തരും അവർ പ്രയത്നിക്കുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. അവൻ ചെയ്യുന്ന എന്തൊരു നന്മയാണോ അത് പരലോകത്ത് അവനെ കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവും സന്ദേഹവുമില്ല. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ഇനിയുള്ള നാളുകളിൽ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളിലും അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിഷയങ്ങളിൽ ഒരു മിതത്വം പാലിച്ച് നന്മയാർന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകാനും താല്പര്യപൂർവ്വം അത് പഠിക്കുവാനും ശ്രദ്ധിക്കുക. റഹ്മാനായ നാഥൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും അതിന്റെ പരിപൂർണമായ അടിസ്ഥാനത്തിൽ നമ്മൾ ഏവരും സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥൻ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യവും റഹ്മാനായ നാഥൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, കുടുംബാദികൾ, സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ മക്കൾ, പലരും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പല ആളുകളും, അവരെയും നമ്മെയും റഹ്മാനായ നാഥൻ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സാമ്പത്തികമായി പരാധീനതകളും കഷ്ടതകളും അനുഭവിക്കുന്നവർക്ക് മാനസികമായി സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും റഹ്മാനായ നാഥ നീ പ്രദാനം ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.